നമസ്തേ. നമ്മൾ ഇത്രയും വിജയിച്ചു നിന്ന അവസരത്തിൽ അമേരിക്കയുടെ വാക്ക് കേട്ട ഒരു ഉപാധിയുമില്ലാതെ എന്തിനാണ് യുദ്ധം അവസാനിപ്പിച്ചത് എന്ന അതേ ചോദ്യമാണ് ഇപ്പോൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിച്ചത് സത്യത്തിൽ അമേരിക്ക പറഞ്ഞതുകൊണ്ടാണോ? അല്ല, പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതുകൊണ്ടാണ്. ഭാരതത്തിന് ആദ്യം തന്നെ യുദ്ധത്തിൽ യാതൊരുവിധ താല്പര്യവുമില്ലായിരുന്നു. പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്കെതിരെ നടന്ന ഭീകര ആക്രമണത്തിന് പകരമായി ഭാരതം ഭീകര ആക്രമണത്തിന് കാരണക്കാരായ ഭീകരവാദികളുടെ 9 ക്യാമ്പുകളാണ് ആക്രമിച്ച് നശിപ്പിച്ചത്. അതോടുകൂടി അവസാനിപ്പിച്ചു എന്ന് ഭാരതം അപ്പോൾ തന്നെ പറഞ്ഞതുമാണ്. പക്ഷേ പാകിസ്ഥാനിൽ ഭീകരവാദികളും സേനയും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഭീകരവാദികൾക്ക് വേണ്ടി പാകിസ്ഥാൻ സേന ഭാരതത്തിനെ വീണ്ടും തിരികെ ആക്രമിച്ചു. പാകിസ്ഥാൻ സേനയുടെ ആക്രമണത്തിന് പകരമായി ഭാരത സൈന്യം പാകിസ്ഥാൻ സേനയുടെ 12 സ്ഥാപനങ്ങൾ ആക്രമിച്ചു നശിപ്പിച്ചു. അവരുടെ എയർ ഡിഫൻസ് സംവിധാനങ്ങളും വ്യോമസേന ആസ്ഥാനങ്ങളും എല്ലാം നശിപ്പിച്ചു. പാകിസ്ഥാൻ സേന കുഞ്ഞിക്കൂനന്റെ അവസ്ഥയിലായി പോയി എന്ന് പറയാം. തുടർന്ന് യുദ്ധത്തിന് ശേഷിയില്ലാതെയായപ്പോൾ അവർ അമേരിക്കയെ സമീപിച്ചു. അമേരിക്ക വെടിനിർത്തലിനു വേണ്ടി ഭാരതത്തിനെ സമീപിച്ചു. പക്ഷേ ഭാരതം മധ്യസ്ഥതയുടെ ആവശ്യമില്ല എന്ന് പാകിസ്ഥാനോട് നേരിട്ട് വരാനുമാണ് ആവശ്യപ്പെട്ടത്. വിദേശകാര്യ സെക്രട്ടറി പത്രസമ്മേളനത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദമാക്കിയതുമാണ്. അങ്ങനെ പാകിസ്ഥാൻ പ്രതിനിധി ഇന്ത്യൻ പ്രതിനിധിയെ വിളിക്കുകയും വെടിനിർത്തലിന് സമ്മതിക്കുകയുമായിരുന്നു. അതിനിടയിൽ ഈ എട്ടുകാലി മമ്മൂഞ്ഞു കളിക്കാനായി താനാണ് സമാധാനം ഉണ്ടാക്കിയതെന്ന് ട്രംപ് ആദ്യം വന്നങ്ങ് പോസ്റ്റ് ഇട്ടു. ഇത് മാത്രമാണ് അസ്വാഭാവികമായി ഇതിന്റെ ഇടയിൽ സംഭവിച്ചത്. ശരിക്കും നമ്മുടെ ഇന്ത്യൻ പ്രതിനിധി ലോകത്തിനെ അറിയിക്കും എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നതിന് വേണ്ടി ട്രംപ് ഒരു ആവേശം കാരണം ആദ്യം വന്ന് അങ്ങ് പോസ്റ്റ് ഇട്ടു. ഭാരതം വേറെ ഉപാധികൾ ഒന്നും വച്ചില്ല. ആദ്യമേ ഒരു ഉപാധി മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ: ഭാരതത്തിലെ ജനങ്ങൾക്കും സേനയ്ക്കും നേരെ ആക്രമണം ഇനി നടത്തരുത് എന്ന് മാത്രം. ഇപ്പോൾ അത് കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇനി ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അത് യുദ്ധമായി കണക്കാക്കും എന്ന്. ഇതാണ് ശരിക്കും സംഭവിച്ചത്. ബാക്കി കേൾക്കുന്നതെല്ലാം നാടകങ്ങൾ മാത്രമാണ്. നമ്മൾ യുദ്ധം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും ഇല്ല എങ്കിലും അതിർത്തിയിൽ സൈന്യം ഹിമാലയം പോലെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് സുരക്ഷിതരായി ഉറങ്ങുന്നത്, അല്ലേ? സംഘിയും കമ്മിയും കൊങ്ങിയും ഒക്കെ ഉറങ്ങാൻ പോകുന്നത് ആ കൈക്കരുത്തിന്റെ ബലത്തിൽ തന്നെയാണ്. പോരാട്ട ഭൂമിയിലെ വീര സൈനികർക്കായി നമുക്ക് പ്രാർത്ഥനകൾ മാത്രമാണുള്ളത്. നാം ഓരോരുത്തരും ജാഗരൂകരായിരിക്കേണ്ട സമയമാണ് ഉള്ളത്. ജയ് ഭവാനി, ജയ് ഭാരത് മാതാ.